നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. അപ്പനുള്ള ബാലിൻ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞ് അശേരപ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് യഹോവയ്ക്ക് നിയമപ്രകാരം യാഗപീഠമുണ്ടാക്കി അതിന്മേൽ അപ്പൻ്റെ ഇളയ കാളയായ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചപ്പോൾ പട്ടണക്കാർ ഇത് ഗിദെയോനാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ട് യോവാശിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: നിന്റെ മകൻ മരിക്കണം. എന്ന് വെച്ചാൽ ഗിദെയോൻ മരിക്കണം. എന്നാൽ മുന്നമേ ദൈവം ഗിദെയോനോട് പറഞ്ഞ വാക്കാണ് പ്രാരംഭത്തിങ്കൽ ഞാൻ പറഞ്ഞത്: നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. പട്ടണക്കാർ പറഞ്ഞതുപോലെ ഗിദെയോനെ അവർക്ക് തൊടുവാൻ കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്: നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. 40 സംവത്സരത്തോളം ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ദൈവം ഗിദെയോനെ ഉപയോഗിച്ചു. മരിക്കണം എന്ന് പറഞ്ഞ പട്ടണക്കാർക്ക് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പറയുന്നതല്ല, മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. നീ മരിക്കയില്ല, ഭയപ്പെടേണ്ട, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നു. ആ രോഗങ്ങൾക്ക് നിങ്ങളെ തളർത്തുവാൻ കഴിയത്തില്ല. ആ പ്രതിസന്ധികൾക്ക് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കഴിയുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനം ഒരിക്കൽ കൂടി ആവർത്തിച്ച് ദൈവം ഞങ്ങളോട് പറയുകയാണ്: നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. നിങ്ങൾ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നു. മറ്റുള്ളവർ പറയുന്നതല്ല നടക്കാൻ പോകുന്നത്, ദൈവം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാൻ പോകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും ഒരു വല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.